കുരുക്ഷേത്ര യുദ്ധത്തിൽ ജയദ്രഥൻ കൗരവരോടൊപ്പമായിരുന്നു യുദ്ധം ചെയ്തത്. ജയദ്രഥന് പാണ്ഡവരോട് അടങ്ങാത്ത പകയുണ്ടായിരുന്നു. ഇതിനു കാരണം പാണ്ഡവരുടെ വനവാസകാലത്ത് ജയദ്രഥൻ പാഞ്ചാലിയെ അപഹരിക്കാൻ ശ്രമിച്ചിരുന്നു. തുടർന്നുണ്ടായ യുദ്ധത്തിൽ പാണ്ഡവർ ജയദ്രഥന്റെ സൈന്യത്തെ തോൽപ്പിച്ച് പാഞ്ചാലിയെ രക്ഷപ്പെടുത്തി. എന്നാൽ യുധിഷ്ഠിരൻ തങ്ങളുടെ സഹോദരീ ഭർത്താവായ ജയദ്രഥനെ ഗുണദോഷിച്ച് വെറുതെ വിടുകയാണ് ചെയ്തത്. ഭീമന് വെറുതെ ഇരിക്കാൻ കഴിഞ്ഞില്ല. ഭീമൻ ജയദ്രഥന്റെ മുടി വടിച്ച് 5 കുടുംബങ്ങളാക്കി കെട്ടി ജ്യേഷ്ഠന്റെയും പാഞ്ചാലിയുടെയും മുന്നിൽ നിർത്തി ജയദ്രഥനെ കൊണ്ട് മാപ്പു പറയിപ്പിച്ചു. അങ്ങനെ അപമാനിതനായ ജയദ്രഥന് പാണ്ഡവരോട് തീർത്താൽ തീരാത്ത പകയുണ്ടായി. മഹാഭാരത യുദ്ധത്തിന്റെ 13ാം ദിവസമാണ് കൗരവർ ചക്രവ്യൂഹം നിർമ്മിക്കുന്നത്. ശ്രീകൃഷ്ണനും അർജുനനും അഭിമന്യുവിനും ചക്രവ്യൂഹം ഭേദിച്ച് അകത്തു കടക്കാൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ആ വെല്ലുവിളിയെ സ്വീകരിക്കുകയാണ്. എന്നാൽ തൻ്റെ യുദ്ധ നൈപുണ്യം കൊണ്ട് ജയദ്രഥൻ പാണ്ഡവരെ അഭിമന്യുവിൽ നിന്നും അകറ്റി നിർത്തുകയാണ്. ചക്രവ്യൂഹം ഭേദിച്ച് അകത്തു കടക്കാനുള്ള ദൗത്യം അങ്ങനെ അഭിമന്യുവിന് ഏറ്റെടുക്കേണ്ടി വന്നു. പാണ്ഡവരെ ചക്രവ്യൂഹത്തിനുള്ളിലേക്ക് കടക്കാതിരിക്കാൻ ജയദ്രഥൻ വളരെയധികം പരിശ്രമിച്ചു. അഭിമന്യുവിന് ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വിദ്യ അറിയില്ലായിരുന്നു. അങ്ങനെ ചക്രവ്യൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയ അഭിമന്യുവിനെ കർണനും മറ്റുള്ളവരും ചേർന്ന് അതിദാരുണമായി വധിക്കുന്നു. വാർത്ത കേട്ട അർജുനൻ ഉടൻ തന്നെ ശപഥം ചെയ്യുകയാണ്, പിറ്റേന്ന് സൂര്യാസ്തമയത്തിന് മുമ്പ് തന്നെ ജയദ്രഥനെ വധിക്കുമെന്ന്. പിറ്റേ ദിവസം ജയദ്രഥൻ മരണഭയത്താൽ യുദ്ധസമയത്ത് ഒളിച്ചിരിക്കുകയാണ്. അർജുനൻ എത്ര ശ്രമിച്ചിട്ടും ജയദ്രഥനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ശ്രീകൃഷ്ണൻ തൻ്റെ സുദർശന ചക്രം ഉപയോഗിച്ച് സൂര്യനെ മറയ്ക്കുന്നു. സൂര്യൻ അസ്തമിച്ചു എന്ന് കരുതി ഇനി തനിക്ക് അർജുനനെ ഭയപ്പെടേണ്ടതില്ല എന്ന ആഹ്ലാദത്തോടെ ജയദ്രഥൻ പുറത്തു വരുന്നു. ആ സമയത്ത് ശ്രീകൃഷ്ണൻ സുദർശന ചക്രം മാറ്റുന്നു. അങ്ങനെ ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം അർജുനൻ ജയദ്രഥനെ വധിക്കുന്നു. യുദ്ധാനന്തരം ദുശ്ശലയ്ക്ക് തൻ്റെ ഭർത്താവും സഹോദരന്മാരും എല്ലാവരും നഷ്ടപ്പെടുന്നു. യുദ്ധത്തിനു ശേഷം യുധിഷ്ഠിരൻ അശ്വമേധയാഗം നടത്തുന്നു. അശ്വത്തെ നയിച്ച് അർജുനൻ സിന്ധുരാജ്യത്ത് എത്തുന്നു. അങ്ങനെ അർജുനൻ സിന്ധുരാജ്യത്ത് എത്തിയപ്പോൾ ജയദ്രഥന് ദുശ്ശളയിൽ ജനിച്ച പുത്രനായ സുരഥൻ തൻ്റെ അച്ഛൻ്റെ ഘാതകനായ അർജുനനെ കണ്ട് ഭയന്ന് ഹൃദയം പൊട്ടി മരിക്കുന്നു. അതിനെ തുടർന്ന് സൈന്ധവ സൈന്യം അർജുനനുമായി യുദ്ധം ചെയ്യുന്നു. വിവരമറിഞ്ഞ ദുശ്ശള സുരഥന്റെ പിഞ്ചുകുഞ്ഞും പത്നിയുമായി അർജുനന്റെ അടുത്ത് ഓടിയെത്തുന്നു. അഭിമന്യുവിൻ്റെ പുത്രനെ പോലെ തന്നെ ഈ പുത്രനെയും കാണണം എന്ന് കരഞ്ഞപേക്ഷിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ട് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ദുശ്ശളയെ കണ്ട് തങ്ങളുടെ സഹോദരിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം താനാണല്ലോ എന്ന് കരുതി അർജുനൻ വല്ലാതെ ദുഃഖിക്കുന്നു. പിന്നീട് യുദ്ധം അവസാനിപ്പിച്ച് മൂവരെയും യാഗത്തിനായി ഹസ്തിനപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും സുരഥന്റെ പുത്രനെ സിന്ധു രാജാവായി അഭിഷേകം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു.